മുന്നണിയുടെ പേരാണ് രസം. ഐക്യജനാധിപത്യ മുന്നണി. നുണേഷൻ ആവർത്തിച്ച് പറയാറുള്ളത് ടീം UDF എന്നാണ്. പക്ഷെ നാട്ടുകാർ പറയുന്നത് ടീം ഉഡായിപ്പ് എന്നാണ്. കേന്ദ്രഭരണം കിട്ടുമെന്ന് കരുതി MLA സ്ഥാനം രാജിവെച്ച് പാർലമെന്റിലേക്ക് മത്സരിച്ച് ജയിച്ചവരടക്കം ഇപ്പോൾ വീണ്ടും MLA ആവാൻ വേണ്ടി കോൺഗ്രസിൽ കലാപക്കൊടി ഉയർത്തുന്നു. കണ്ണൂരിൽ മത്സരിക്കുമെന്ന് ആണയിട്ട് പറഞ്ഞത് മുൻ KPCC പ്രസിഡന്റ് K സുധാകരൻ. അതുമായി ബന്ധപ്പെട്ട് ഫേസ്ബുക്കിൽ പോസ്റ്റ് ഇട്ടതും K സുധാകരൻ. അത് സുധാകരൻ അറിയ പോലും ഇല്ല എന്ന് പറഞ്ഞത് ഉളുപ്പ് എന്നത് ലെവലേശം തൊട്ട് തീണ്ടാത്ത നുണേഷൻ. രമ്യ ഹരിദാസ് അടക്കം നേതൃത്വം കെട്ടി എഴുന്നള്ളിക്കുന്ന സ്ഥാനാർത്ഥികൾ ഞങ്ങൾക്ക് വേണ്ട എന്ന് അണികൾ. ഓരോ മണ്ഡലത്തിൽ സ്ഥാനാർത്ഥിയാവാൻ വേണ്ടിയിട്ട് ഹൈക്കമാൻഡിന് മുന്നിൽ പോയി അടയിരിക്കുന്നതും കോൺഗ്രസ്സുകാർ. അമ്പലപ്പുഴയിൽ G സുധാകരനെ പിന്തുണക്കാനുള്ള UDF തീരുമാനത്തിൽ കോൺഗ്രസിൽ പൊട്ടിത്തെറി. കോൺഗ്രസ് നേതാവ് രാജിവെച്ച വാർത്തയാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. എന്നാൽ പെരുന്നാൾ കഴിഞ്ഞ് സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കൂ എന്ന് മുസ്ലിം ലീഗ്. അത് നന്നായി എന്ന് നാട്ടുകാർ. കാരണം എന്തായാലും സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചാൽ തെക്കുബീർ ചെല്ലുമെന്ന് ഉറപ്പാണ് മുസ്ലിം ലീഗ്. ആരെങ്കിലും പെരുന്നാൾ മാസം നേരത്തെ കണ്ടോ എന്ന് തെറ്റിദ്ധരിക്കേണ്ടെന്നാണ് നാട്ടുകാർ പറയുന്നത്. തെരഞ്ഞെടുപ്പ് വിജ്ഞാപനം ഒന്നെങ്കിലും വന്നോട്ടെ, ഞങ്ങൾ സ്ഥാനാർത്ഥികളെ ഉടൻ പ്രഖ്യാപിക്കുമെന്ന് വീമ്പ് പറഞ്ഞ സതീഷിന് ഇപ്പൊ ബബ്ബ കഷ്ടം. ഈ അവസ്ഥയിലാണ് കഴിഞ്ഞ ദിവസം റിപ്പോർട്ടർ TVയിലെ മീറ്റ് ദ എഡിറ്റേഴ്സ് പ്രോഗ്രാമിൽ ഡോക്ടർ അരുൺ കുമാർ ചില കാര്യങ്ങൾ പറഞ്ഞത്. എന്നാൽ അതിനിടയിൽ കയറി ഒരു മുടന്ത ന്യായം പറഞ്ഞ് ചൊറിയാൻ ശ്രമിച്ച സ്മൃതി പരുത്തിക്കാടിന് വയറ് നിറച്ച് കിട്ടി. നോക്കൂ, എത്ര വേഗമാണ് ഇടതുപക്ഷം അവരുടെ സ്ഥാനാർത്ഥികളെ കളത്തിലെത്തിച്ചത്. 4 മണിക്ക് തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ വാർത്താ സമ്മേളനം. 4:30 ആകുമ്പോഴേക്കും CPയുടെ 25 സ്ഥാനാർത്ഥികളുടെയും ലിസ്റ്റുമായി ബിനോയ് വിശ്വം. 5 മണിയാകുമ്പോഴേക്കും 75 സ്ഥാനാർത്ഥികളുടെയും 26 സ്വതന്ത്രരുടെയും പട്ടികയുമായി പാർട്ടി സെക്രട്ടറി ഗോവിന്ദ മാഷ്. 5:30 മുഴുവൻ സ്ഥാനാർത്ഥികളും ഇടതുമുന്നണി സ്ഥാനാർത്ഥികളും തെരുവിൽ അണികൾക്കുമായി റോഡ് ഷോ നടത്തുന്നു. അതായത് ഇലക്ഷൻ കമ്മീഷൻ തിരഞ്ഞെടുപ്പ് തീയതി പ്രഖ്യാപിച്ച് 1 മണിക്കൂറിനുള്ളിൽ സ്ഥാനാർത്ഥി പട്ടികയല്ല, സ്ഥാനാർത്ഥികളുമായിട്ട് റോഡ് ഷോ നടത്തുന്ന പാർട്ടിയായിട്ട് CPM-ഉം CPI-യും മാറിക്കഴിഞ്ഞിരിക്കുന്നു, അഥവാ LDF മാറിക്കഴിഞ്ഞിരിക്കുന്നു. 106 സ്ഥാനാർത്ഥികൾ ഇന്ന് തെരുവിലിറങ്ങി അവരുടെ തെരഞ്ഞെടുപ്പ് പ്രചരണം ആരംഭിച്ചു കഴിഞ്ഞിരിക്കുകയാണ്. എവിടെ UDF? ചിത്രത്തിൽ എവിടെ? 2 മണിക്കൂറിനുള്ളിൽ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കാൻ ഞങ്ങൾ തയ്യാറാണ് എന്നാണ് പ്രതിപക്ഷ നേതാവ് പറഞ്ഞത്. ഇലക്ഷൻ ഒന്ന് പ്രഖ്യാപിച്ചോട്ടെ, സ്ഥാനാർത്ഥി പട്ടിക ഉടൻ വരും എന്നാണ് KC വേണുഗോപാൽ പറഞ്ഞത്. മണിക്കൂർ ഇത്രയും കഴിഞ്ഞു, 2 പേരുടെ പേര് പോലും പ്രഖ്യാപിക്കാൻ കഴിയാത്ത സാഹചര്യം. ആദ്യം മുഴുവൻ സ്ഥാനാർത്ഥികളുടെയും ലിസ്റ്റ് വരുമെന്ന് പറഞ്ഞു, 51 ചുരുങ്ങി. ഇപ്പോൾ അത് വീണ്ടും 30-32 ചുരുങ്ങുന്നു എന്നുള്ളതാണ് പുറത്തു വരുന്ന വിവരങ്ങൾ. അപ്പോൾ ആദ്യഘട്ടത്തിൽ വലിയ രീതിയിൽ ഇടതുപക്ഷത്തിനൊരു കോൺഫിഡൻസ് ഈ റോഡ് ഷോയിൽ പ്രകടമാണ് എന്നുള്ളതാണ്. അത് കേരള ജനത ഇന്ന് കണ്ടതാണ്. തുടരാൻ വേണ്ടിയാണ് LDF ഈ തെരഞ്ഞെടുപ്പിനെ നേരിടുന്നത്. എന്തുകൊണ്ട് തുടരണം എന്നുള്ളതാണ് ചോദ്യം. ഈ തെരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷത്തിനൊരു എഡ്ജുണ്ട്, ഒരു സ്ലൈറ്റ് എഡ്ജുണ്ട്. ഞാനതിനെ 4-5 ഘടകങ്ങളായിട്ട് കാണുന്നു. ഒന്ന്, ഇന്ന് കണ്ട തിരഞ്ഞെടുപ്പിലെ ഈ പ്രചരണത്തിലെ ആത്മവിശ്വാസമാണ് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഘടകം. ഘടകകക്ഷികളുമായിട്ടുള്ള ചർച്ചകൾ അതിവേഗം പൂർത്തിയാക്കിയ CPM. കേരള കോൺഗ്രസ് മാണിക്ക് പരാതിയില്ല, RJDക്ക് പരാതിയില്ല, NCPക്ക് പരാതിയില്ല. പാർട്ടിക്കുള്ളിലുണ്ട്, NCPക്കുള്ളിൽ തർക്കമുണ്ട്, RJDക്കുള്ളിൽ തർക്കമുണ്ട്. പക്ഷേ CPM-ഉമായിട്ട് ഇവർക്ക് ആർക്കും ഒരു വിയോജിപ്പുമില്ല എന്നുള്ളതാണ്. CPI-യുടെ കാര്യത്തിൽ CPM-ഉമായി ഒരിടത്തും വിയോജിപ്പില്ല എന്നുള്ളതാണ്. അപ്പോൾ സീറ്റ് കൈമാറ്റവുമായി ബന്ധപ്പെട്ടോ സീറ്റ് വിഭജനവുമായി ബന്ധപ്പെട്ടോ LDF-ൽ ഒരു പ്രശ്നവുമില്ല. ഘടകകക്ഷികൾ ഒരുമിച്ച് നിൽക്കുന്നു. അതായത് മുന്നണിയുടെ കൂട്ടായ്മയാണ് ഇന്നിപ്പോൾ പ്രകടമായിരിക്കുന്നത്. സ്ഥാനാർത്ഥി നിർണ്ണയം സംബന്ധിച്ച് നമ്മൾ എന്തെല്ലാം കഥകൾ പറഞ്ഞു. പേരാവൂരിൽ ശൈലജ ടീച്ചറിന് അസംതൃപ്തിയാണ്. ഇന്ന് പേരാവൂർ ശൈലജ ടീച്ചർ പറഞ്ഞ എന്താ? മട്ടന്നൂരിൽ മത്സരിക്കാൻ എനിക്ക് താല്പര്യമില്ലായിരുന്നു, പാർട്ടി എന്നോട് നിർദ്ദേശിച്ചനുസരിച്ച് ഞാൻ പേരാവൂരിൽ മത്സരിച്ചു. അത് ടീച്ചർ അങ്ങനെ പറയൂ എന്ന് നമുക്കറിയാമെങ്കിൽ പോലും ഒരു പൊട്ടിത്തെറി പ്രതീക്ഷിച്ചവർക്ക് നിരാശയായി. പൊട്ടിത്തെറി പ്രതീക്ഷിച്ചവർക്ക് നിരാശയായി. ഇന്ന് ടീച്ചർ പേരാവൂർ മണ്ഡലത്തിൽ മത്സരിക്കാൻ ഇറങ്ങി. അതാണ് ഒരു കംറേഡ്. താല്പര്യമുണ്ടാവും, ഇല്ലെന്ന് ആർക്കാ പറയാൻ കഴിയുക? മട്ടന്നൂർ പോലെ ഒരു സേഫ് ആയിട്ടുള്ള മണ്ഡലം വിട്ട് പേരാവൂർ പോലെ വളരെ റിസ്കി ആയിട്ടുള്ള മണ്ഡലത്തിൽ പോയി മത്സരിക്കണമെന്ന് പറയുമ്പോൾ സ്വാഭാവികമായിട്ടും ഒരു വ്യക്തി എന്ന നിലയിൽ അവിടെ നിങ്ങൾക്ക് വിഷമമുണ്ടാവും. പക്ഷേ പാർട്ടിക്ക് കീഴടങ്ങി ഒരു കംറേഡ് എന്ന രീതിയിൽ ശൈലജ ടീച്ചർ പേരാവൂരിലെ സ്ഥാനാർത്ഥിത്വം ഏറ്റെടുത്ത് നേരിടാൻ പോകുന്നത് KPCC അധ്യക്ഷൻ സണ്ണി ജോസഫിനെയാണ്. വിജയ സാധ്യത ഒരുപക്ഷെ അങ്ങോട്ടും ഇങ്ങോട്ടും ശക്തമായ ഫൈറ്റിലൂടെ മാത്രമേ ഒരു വിജയ സാധ്യത അവിടെ ഇടതുമുന്നണിക്ക് കണ്ടെത്താൻ സാധിക്കൂ. അവിടെ ടീച്ചർ ഇറങ്ങാൻ പോവാണ്. ഒരിടത്ത് ആ വാർത്ത വരുന്നു. നമ്മൾ ആലപ്പുഴയിൽ അതേപോലെ അമ്പലപ്പുഴയിലൊക്കെ വലിയ പൊട്ടിത്തെറി ഉണ്ടാവുമെന്ന് പറഞ്ഞു. അവിടെ G സുധാകരൻ പുറത്തേക്ക് പോയി. പോയിട്ട് ഇന്നലെ ഇവിടെ സാധാരണക്കാരന്റെ പ്രവർത്തകന്റെ വികാരം എന്താ? നമ്മൾ ഇന്നലെ കണ്ടതല്ലേ തത്സമയം. സാധാരണക്കാരൻ ഞങ്ങൾ ഈ പാർട്ടിക്കുള്ളിലാണെങ്കിൽ സഖാവെന്ന് വിളിക്കും, പാർട്ടിക്ക് പുറത്താണെങ്കിൽ അയാൾ വെറും G സുധാകരനാണ് എന്നാണ് പറഞ്ഞത്. കാര്യം പാർട്ടിക്കുള്ളിൽ നിൽക്കുമ്പോൾ ആണ് അയാൾ സഖാവായി തീരുന്നത്. ചെങ്കുടിക്ക് മീതെ ആരുമില്ല എന്ന ബോധ്യം അമ്പലപ്പുഴയിലെ സാധാരണക്കാരായ വോട്ടർമാർക്കുണ്ട്. അവര് 7 തവണയാണ് കുട്ടനാട്ടിലും അമ്പലപ്പുഴയിലും കായംകുളത്തുമായിട്ട് G സുധാകരന് വോട്ട് കുത്തിയത്. ആ മനുഷ്യരാണ് നാളെ ഒരുമിച്ചിപ്പോൾ ഇറങ്ങാൻ വരുന്നത്. വല്ലാത്തൊരു സോളിഡാരിറ്റി, ഒരു
ഐക്യം അവിടെ CPM-നുള്ളിൽ അമ്പലപ്പുഴയിൽ രൂപപ്പെട്ടിട്ടുണ്ട് എന്നുള്ളത് ഇന്നലത്തെ റാലിയിലൂടെ ബോധ്യപ്പെട്ട കാര്യമാണ്. അപ്പോൾ സ്ഥാനാർത്ഥികളുടെ കാര്യത്തിൽ ഒരു തർക്കവുമില്ല. പൊന്നാനിയിലടക്കം വലിയ പൊട്ടിത്തെറി ഉണ്ടാകുമെന്നൊക്കെ പ്രതീക്ഷിച്ചു. പൊന്നാനിയിലടക്കം സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ച് ഇനി എണ്ണയിട്ട മെഷീൻ പോലെ നാളെ മുതൽ പ്രചരണ രംഗത്ത് ഒരുപടി മുന്നിലേക്ക് വന്നിരിക്കുന്നു എന്നുള്ളതാണ്. അപ്പോൾ മുന്നണിയിലെ കോൺഫിഡൻസും ഒപ്പം സ്ഥാനാർത്ഥികളെ നിശ്ചയിക്കുന്നതിൽ കാലതാമസം വരുത്താതിരുന്നതും ഇലക്ഷൻ കമ്മീഷന്റെ പ്രഖ്യാപനം കഴിഞ്ഞ് മിനിറ്റുകൾക്കുള്ളിൽ സ്ഥാനാർത്ഥികളെ കളത്തിലേക്ക് എത്തിച്ച് റോഡ് ഷോ നടത്താൻ കഴിഞ്ഞതുമാണ് ഏറ്റവും പ്രധാനപ്പെട്ട പ്ലസ് പോയിന്റ്. വെൽ ബിഗൺ ആണ്, അതുകൊണ്ട് ഹാഫ് ഡൺ എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. നേരത്തെ ഇത് ചെയ്തിരുന്നത് ആരാ? ഉപതെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് ചെയ്തുകൊണ്ടിരുന്നതാ. ഇലക്ഷൻ കമ്മീഷന്റെ പ്രഖ്യാപനം വരുന്നു, വൈകുന്നേരം 7 മണിക്ക് പാലക്കാട്ടെ സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിക്കുന്നു. ഇലക്ഷൻ കമ്മീഷന്റെ പ്രഖ്യാപനം വരുന്നു, തൊട്ടടുത്ത ദിവസം നിലമ്പൂരിലെ സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിക്കുന്നു. വളരെ മിനിറ്റുകൾക്കുള്ളിൽ തീരുമാനമായിരുന്നു. പക്ഷേ ഇന്ന് ആ തീരുമാനം എടുക്കുന്നത് എവിടെയാണ്? അത് കാറ്റ് മാറി വീശുന്നതിന്റെ സൂചനയാണ്. ഉപതെരഞ്ഞെടുപ്പുകളിൽ നിന്ന് വ്യത്യസ്തമായി, ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ നിന്ന് വ്യത്യസ്തമായി, തദ്ദേശ തെരഞ്ഞെടുപ്പിൽ നിന്ന് വ്യത്യസ്തമായി ഈ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ LDF-ന്റെ കോൺഫിഡൻസ് കൂട്ടുന്നതാണ്, പ്രവർത്തകരുടെ ആത്മവിശ്വാസം കൂട്ടുന്നതാണ് ഇന്ന് കണ്ട മിന്നൽ വേഗത്തിലുള്ള പടയൊരുക്കം എന്ന് പറയുന്നത്. അതാണ് പ്ലസ് പോയിന്റ് നമ്പർ 1. നമ്പർ 2, നമ്മുടെ സർവേയിൽ തന്നെ തെളിഞ്ഞ പ്രധാനപ്പെട്ട കാര്യമാണ്. നമ്മുടെ സർവേയിൽ മാത്രമല്ല, ഇന്നിപ്പോൾ പുറത്തു വന്നിരിക്കുന്ന ഏറ്റവും ഒടുവിലത്തെ ABP മാട്രിക്സ് IANS അഭിപ്രായ സർവേയിൽ LDF-ലാണ് എഡ്ജ് കൊടുത്തിരിക്കുന്നത്. 61 മുതൽ 71 വരെ സീറ്റുകൾ LDF നേടാമെന്നും 58 മുതൽ 69 സീറ്റുകളിലേക്ക് കോൺഗ്രസ് ചുരുങ്ങുമെന്നുമാണ് പറയുന്നത്. കോൺഗ്രസ് നിലമെച്ചപ്പെടുത്തിയേക്കാം, പക്ഷേ അധികാരത്തിലെത്താൻ സാധ്യതയുള്ളത് സ്ലൈറ്റ് എഡ്ജ് ഉള്ളത് LDF-ലാണെന്ന് പറയുന്നത് ABP സർവേയാണ്. നേരത്തെ മാതൃഭൂമിയുടെ കോർ സർവേ ഉണ്ടായിരുന്നു, മനോരമയുടെ സർവേ ഉണ്ടായിരുന്നു, റിപ്പോർട്ടിന്റെ സർവേ ഉണ്ടായിരുന്നു. ഏറ്റവും അടുത്ത് വന്ന, അതായത് ഫെബ്രുവരി മാസം 20-ാം തീയതിക്ക് ശേഷം പുറത്തു വന്നിരിക്കുന്ന പ്രധാനപ്പെട്ട എല്ലാ സർവേകളും LDF-നാണ് സ്ലൈറ്റ് എഡ്ജ് പറഞ്ഞിരിക്കുന്നത്. നേരത്തെ NDTV-യുടെ ഒരു സർവേ ഉണ്ടായിരുന്നു, UDF-ന് ഒരു വലിയ എഡ്ജ് അവിടെ പറഞ്ഞിരുന്നു. 2 സർവേകൾ മാത്രമാണ് ദേശീയ തലത്തിൽ UDF-ന് സാധ്യത പറഞ്ഞിരുന്നതെങ്കിൽ ഏറ്റവും അടുത്തു വന്ന, മാർച്ച് മാസത്തോട് അടുത്തു വന്ന, തെരഞ്ഞെടുപ്പിനോട് അടുത്തു വന്ന 4 സർവേകളും ഇപ്പോൾ പ്രവചിക്കുന്നത് LDF-ന്റെ സ്ലൈറ്റ് എഡ്ജ് ആണ് എന്നുള്ളതാണ്. ഇന്ന് പുറത്തു വന്നിരിക്കുന്ന ABP സർവേ അടക്കം ഇതെന്താ സൂചിപ്പിക്കുന്നത്? നമ്മുടെ സർവേയിൽ കൃത്യമായി റിഫ്ലക്ട് ചെയ്തുവെന്ന് ഞാൻ വിശ്വസിക്കുന്നത് പോലെ MLA-മാരുടെ പ്രോ ഇൻകുംബൻസി അഥവാ MLA-മാർക്കെതിരെ അതാത് മണ്ഡലങ്ങളിൽ ഭരണവിരുദ്ധ വികാരമില്ലായ്മ, MLA-മാർ ജനപ്രിയരാണ് എന്നുള്ളത് കൊണ്ട് ആ MLA-മാരെ ആ മണ്ഡലത്തിൽ റീപ്ലേസ് ചെയ്യുക സാധ്യമാണ്. എത്രയോ മണ്ഡലങ്ങൾ, മാവേലിക്കരയിലെ അരുണിന്റെ മണ്ഡലം പോലെ, കോന്നിയിലെ ജനീഷിന്റെ മണ്ഡലം പോലെ, വട്ടിയൂർക്കാവിലെ നമ്മളുടെ ബ്രോയുടെ മണ്ഡലം പോലെ, അങ്ങനെ ചില മണ്ഡലങ്ങളിൽ ചില MLA-മാരെ ആ മണ്ഡലത്തിലെ ജനങ്ങൾ മാറ്റില്ല എന്ന കോൺഫിഡൻസ് LDF-നോടുണ്ട്. അപ്പോൾ സർക്കാരിനെതിരെ ഭരണവിരുദ്ധ വികാരമോ ഒരു മടുപ്പോ ഒക്കെ ഉണ്ടെന്ന് പറഞ്ഞാലും അതാത് മണ്ഡലത്തിലെ MLA-മാർക്ക് അനുകൂലമായിട്ടുള്ള ഒരു വികാരം രൂപപ്പെട്ടിട്ടുണ്ടെങ്കിൽ ആ പ്രോ ഇൻകുംബൻസി MLA-മാർക്ക് അനുകൂലമായിട്ടുള്ള ഭരണാനുകൂല വികാരത്തെ മറികടക്കുക UDF-ന് വളരെ ബുദ്ധിമുട്ടായി തീരും. അതാണ് നമ്പർ 2 പ്ലസ് പോയിന്റ്. നമ്പർ 3, നമ്മുടെ മുന്നിൽ കാണുന്ന വികസനം മുന്നിൽ വെച്ചുകൊണ്ടാണ് ഈ പ്രചരണങ്ങളെല്ലാം നടക്കുന്നത്. നിങ്ങൾ നോക്കൂ, ഈ PR യുദ്ധത്തിൽ ആരാ വിജയിച്ചത്? ഞാൻ ആദ്യം വിചാരിച്ചു UDF ആണ് ഈ PR യുദ്ധത്തിൽ വിജയിക്കാൻ പോകുന്നത്. വലിയ തരത്തിലുള്ള പ്രചരണം നടത്തുന്നു. തെലങ്കാന സർക്കാരിന്റെ പരസ്യം പോലും കേരളത്തിലെ പത്രത്തിൽ കൊടുത്താണ് കോൺഗ്രസ് അവരുടെ പ്രചരണം നടത്തിയത്. അതെന്തിനാണെന്ന് എനിക്ക് ഇപ്പോഴും മനസ്സിലാവുന്നില്ല മധു. തെലങ്കാന സർക്കാരിന്റെ ഭട്ടിൻഡയുടെയും ഒപ്പം രേവന്ത് റെഡ്ഡിയുടെയും ചിത്രം കൊടുത്തിട്ട് തെലങ്കാനയിൽ സർക്കാർ ഇതാ വികസനം, അതിപ്പോ നമ്മളെന്ത് വേണപ്പാ? അത് UP സർക്കാരിന്റെ ഒക്കെ പരസ്യങ്ങൾ വരാറുണ്ടല്ലോ. ഇപ്പൊ എവിടെയാ വരുന്നത്? എത്ര പരസ്യങ്ങൾ വന്നിട്ടുണ്ട്? നാഷണൽ ആയിട്ട് വരുന്നതാ. അത് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ അടുപ്പിച്ചിരുന്നത്. ഇതിപ്പോ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ, കേരളത്തിൽ നടക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ തെലങ്കാനയിൽ തെരഞ്ഞെടുപ്പ് ആയിട്ടില്ല. കേരളത്തിൽ പരസ്യം വരുന്നതിനൊക്കെ ഇത്രയും കളിയല്ലേ? അതാണ് എന്റെ ചോദ്യം. കേരളത്തിൽ എന്തിനാണ് തെലങ്കാന സർക്കാരിന്റെ പരസ്യം? അല്ല, അതൊക്കെ ഇങ്ങനെ അതിനൊന്നും നിയന്ത്രണം വെക്കേണ്ട കാര്യം എന്താ? ലോജിക്ക് എന്താ? അല്ല, ലോജിക്ക് ഇപ്പൊ മറ്റു പരസ്യങ്ങൾ വളരെ നന്നായിട്ടുണ്ടല്ലോ. എങ്കിൽ എന്തുകൊണ്ട് PR-നെ കുറിച്ച് അങ്ങ് പറയുമ്പോൾ PR ഒരു വിഭാഗത്തിന് മാത്രം ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം അതല്ലേ? ഇത് PR ആണ്. ആ PR എങ്ങനെ ചെയ്യുന്നത്? തെലങ്കാന സർക്കാർ PRD ഉപയോഗിച്ച് കേരളത്തിൽ എന്തിനാ പരസ്യം കൊടുക്കുന്നത്? അല്ല, അതിലെന്തെങ്കിലും നിയമപരമായിട്ടല്ല. എന്താ കേരള സംസ്ഥാന സർക്കാരിനെ കുറിച്ച് പറഞ്ഞത്? PR എന്ന് പറഞ്ഞപ്പോ സംസ്ഥാന സർക്കാർ PRD ഉപയോഗിച്ചുകൊണ്ട് പ്രചരണം നടത്തുന്നു. അപ്പൊ തമിഴ്നാട് സർക്കാർ ഉപയോഗിച്ച് പരസ്യം കൊടുക്കുന്നു എന്നുള്ള മാത്രമല്ല, പരസ്യം PRD-യുടെ ജോലി സർക്കാരിനെ പുകഴ്ത്തുക എന്നുള്ളത് തന്നെയാണ്. അതല്ല അതിലെ പ്രശ്നം. അതിന് മുന്നത്തെ സർക്കാരിനെ വിമർശിക്കുന്നു എന്നില്ലായിരുന്നു പറഞ്ഞത്. അങ്ങനെ PRD ഉദ്യോഗസ്ഥർക്ക് അതിപ്പോ അല്ല, അങ്ങ് ആ ചോദ്യം ചോദിക്കുമ്പോൾ അത് കോടതിയിൽ ഏതായാലും തള്ളിപ്പോയി കഴിഞ്ഞു. കോടതിയിൽ പല വാദങ്ങളായി തള്ളുന്നുണ്ട്. അത് അപ്പീൽ പോവോ ഇല്ലേ എന്നുള്ളതൊക്കെ കോടതിയും തള്ളി. ഞാൻ അതിലേക്ക് വരുന്നില്ല. പക്ഷേ തെലങ്കാന സർക്കാർ ഈ കേരളത്തിലെ തെരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ എന്തിനും കേരളത്തിലെ പത്രങ്ങളിൽ പരസ്യം കൊടുക്കണം. അല്ല, സിമ്പിൾ ലോജിക്ക് നിങ്ങൾക്ക് എന്താ തോന്നുന്നത്? കോൺഗ്രസ് ഭരിക്കുന്ന പരസ്യം കൊടുക്കും, പിന്നെ കോൺഗ്രസിന് വേണ്ടിയിട്ട് കോൺഗ്രസ് സർക്കാർ തെലങ്കാന ചെയ്ത കാര്യം കേരളത്തിലെ സർക്കാർ കേരളത്തിൽ ഭരണമില്ലാത്തടത്ത് ഇവിടെ എന്ത് നേട്ടമാണ് അവർ പറയാൻ പോകുന്നത്? തെലങ്കാനയിലെ ടാക്സ് പേരുടെ പൈസ എടുത്ത് കേരളത്തിൽ പരസ്യം കൊടുക്കുന്ന എന്തിനാ? വല്ലാത്ത ചോദ്യം തന്നെ. അപ്പൊ ഇവിടുത്തെ ടാക്സ് പേരുടെ എടുത്ത് ഇവിടെ കൊടുക്കാം. ഇവിടെ കൊടുക്കാന്നല്ലോ, എത്രയെങ്കിലും എടുത്ത് കൊടുക്കാം, ഒരു കുഴപ്പമില്ല. തെലങ്കാനയിലെ സ്ത്രീക്ക് 1000 രൂപ മാസം കിട്ടുന്നത് കേരളത്തിൽ പരസ്യം കൊടുക്കുന്നത് എന്തിനാ?
അതാണ് എന്റെ ചോദ്യം. അത് തെലങ്കാനയിലെ പരിസരത്ത് വേറൊരു ചോദ്യം അങ്ങേക്ക് ഇല്ലാത്ത സ്ഥിതിക്ക് ഒരു കുഴപ്പമില്ല. അല്ലല്ല, അതൊരു ചോദ്യമാണെന്നായിട്ട് ഞാനിപ്പോഴും മനസ്സിലാക്കുന്നത്. സ്മൃതിക്ക് അതിനകത്ത് ലോജിക്ക് അല്ല, അങ്ങേക്ക് വേറൊരു ചോദ്യം ഇല്ലാത്ത സ്ഥിതിക്ക് അത് അല്ല, കുഴപ്പമില്ല. അതൊരു ചോദ്യമായിരുന്നു. തെലങ്കാനയിൽ PR-നെ ഇതാണ് ഇരട്ടത്താപ്പ് എന്ന് പറയുന്നത്. സംസ്ഥാന സർക്കാർ നിയമാനുസൃതമായി നടത്തിയ പരസ്യം സുപ്രീം കോടതി പോലും അംഗീകരിക്കുമ്പോൾ, ഹൈക്കോടതിയിൽ നിന്ന് പോലും സർവേയുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ അനുകൂലമായി വിധി വരുമ്പോൾ ഇവിടെ പ്രതിപക്ഷം കൊണ്ടുവന്ന എല്ലാ ആരോപണങ്ങളും പൊട്ടിപ്പാളീസായി പൊളിഞ്ഞു നിൽക്കുന്നതാണ് കണ്ടത്. അത് തെരഞ്ഞെടുപ്പ് സർവേ ആവട്ടെ, DA വാട്സ്ആപ്പ് സന്ദേശമാവട്ടെ, ഒടുവിൽ കോടതിയിൽ പോയിട്ട് ഹർജിക്കാരൻ കോടതിയിൽ പോയി സംസ്ഥാന സർക്കാരിന് ഹൈക്കോടതി കയ്യിൽ നിന്ന് സർട്ടിഫിക്കറ്റ് കൊടുത്തു. മികച്ച സദ്ഭരണത്തിന്റെ മാതൃക ഹൈക്കോടതി സർട്ടിഫിക്കറ്റ് കൊടുത്തിരിക്കുക. ഈ ഒരു വോട്ട് കൂടി സംശയിച്ച് നിൽക്കുന്ന വോട്ടർക്ക് ഹൈക്കോടതി പറഞ്ഞു കൊടുക്കുക, ഇതാ സദ്ഭരണത്തിന്റെ മാതൃക, ഗുഡ് ഗവേണൻസ് എന്ന് തെരഞ്ഞെടുപ്പിന് തൊട്ട് മുമ്പ് ഹൈക്കോടതി സർട്ടിഫിക്കറ്റ് കൊടുക്കുന്ന അവസരം ഉണ്ടാക്കി പ്രതിപക്ഷ നേതാവ്. അതുകൊണ്ട് ഞാൻ പറയുന്നത് ഇവിടുത്തെ പ്രതിപക്ഷമാണ് ഈ സർക്കാരിന്റെ ഐശ്വര്യം ഒരർത്ഥത്തിൽ. കാരണം പ്രതിപക്ഷം കൊടുക്കുന്ന ഇത്തരം ഹർജികളാണ് ഹൈക്കോടതിയിൽ നിന്ന് സംസ്ഥാന സർക്കാരിന് സർട്ടിഫിക്കറ്റ് ആയിട്ട് കിട്ടുന്നത്. അല്ലെങ്കിൽ സംസ്ഥാന സർക്കാരിനെ ഹൈക്കോടതി അനുകൂലിക്കാൻ വഴിയില്ലല്ലോ, ഒരവസരം ഉണ്ടാക്കി കൊടുക്കുകയാണ്. അപ്പോൾ സെൽഫ് ഗോൾ അടിച്ച് ഈ സർക്കാരിന്റെ അനുകൂലമായിട്ടുള്ള ഒരു പ്രതീതി സൃഷ്ടിച്ചിട്ടുണ്ട്. കഴിഞ്ഞ 4 സർവേകളിൽ അത് റിഫ്ലക്ട് ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. അപ്പോൾ എന്താ ഞാൻ പറഞ്ഞു വന്നത്, വികസനത്തിന്റെ കാര്യത്തിൽ സംസ്ഥാന സർക്കാരിനെ കുറ്റപ്പെടുത്താൻ ഇത് കേരളത്തിലെ കോൺഗ്രസിന് കഴിയില്ല. റോഡിന്റെ കാര്യം പറയാൻ പറ്റൂല. നിങ്ങൾക്ക് റോഡിന്റെ കാര്യം പറയാൻ പറ്റുമോ? ഏറ്റവും ഒടുവിലുള്ള വികസനം പോലും, ഏറ്റവും ഒടുവിലുള്ള ദേശീയപാതയുടെ ഉദ്ഘാടനം പോലും മുഹമ്മദ് റിയാസ് ആഘോഷമാക്കി മാറ്റിയില്ലേ? BJP-യുടെ മണ്ടത്തരം മുഹമ്മദ് റിയാസിന് അനുകൂലമായിട്ട് വരുന്ന കണ്ടില്ലേ? ഒരൊറ്റ ദിവസം കൊണ്ട് ദേശീയപാതയുടെ റീച്ചുകൾ, ഗ്രാമീണ മേഖലകളിലെ റോഡുകൾ, ഏത് റോഡുകളിലൂടെ ഞങ്ങൾ കടന്നു പോകുമ്പോഴും എങ്ങനെ അടിസ്ഥാന സൗകര്യ വികസനം മാത്രമല്ല മാധു, ഹ്യൂമൻ ഡെവലപ്മെന്റ് എന്ന് പറയുന്ന ഒന്നുണ്ട്. വികസനത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട പാരാമീറ്ററാണ് മാനവ വിഭവശേഷി വികസനം. 48,000 സ്കൂളുകൾ ഹൈടെക് ആക്കിയത്, ഇവിടുത്തെ സർക്കാർ മെഡിക്കൽ കോളേജുകളും ജനറൽ ആശുപത്രികളിലും അവയവദാന ശസ്ത്രക്രിയകൾ അടക്കം നടന്നത് എന്തുകൊണ്ടും UDF സർക്കാരിന്റെ കാലത്തെ അപേക്ഷിച്ച് ബഹുദൂരം മുന്നിലായ ആശുപത്രി, വിദ്യാഭ്യാസ സംവിധാനങ്ങൾ, സ്റ്റാർട്ടപ്പ് അടക്കമുള്ള സംവിധാനങ്ങൾ, മാലിന്യ നിർമ്മാർജ്ജനം അടക്കമുള്ള പദ്ധതികൾ, വീട്ടിലേക്ക് എത്തിയ K-സ്മാർട്ട് പോലെയുള്ള സേവനങ്ങൾ, പട്ടയം കൊടുത്തത്, എന്തിനേറെ ഈ വയനാട്ടിലെ ദുരന്തബാധിതർക്കടുത്ത ടൗൺഷിപ്പ്, ഇതെല്ലാം മുന്നിൽ നിൽക്കുമ്പോൾ മറുഭാഗത്ത് കോൺഗ്രസ് വീട് വാഗ്ദാനം ചെയ്ത് ഒരു വീടിന്റെ ഒരു തറക്കല്ല് ഇടാതെ, അവിടെ ഒരു കുറ്റി പോലും അടിക്കാതെ ഇന്ന് നമ്മുടെ റിപ്പോർട്ടർ ആ വാർത്ത പ്രേക്ഷകരുടെ മുന്നിൽ എത്തിച്ചു. വയനാട് നിലം ഒരുക്കാതെ കിടക്കുന്ന സ്ഥലമാണ് കാണുന്നത്. അവിടെ അളന്നിട്ടില്ല, റോഡ് വന്നിട്ടില്ല, പഞ്ചായത്തിന് പെർമിഷൻ കൊടുത്തിട്ടില്ല. അവിടെ അടുത്ത ദിവസം മുതൽ പ്രവർത്തനം തുടങ്ങാണെന്ന് പറഞ്ഞു. ഒരു കുന്തവും അവിടെ നടന്നിട്ടില്ല. എന്നിട്ടാണ് ഇവിടെ വലിയ വാഗ്ദാനങ്ങൾ കൊടുക്കുന്നത്. അതുകൊണ്ട് അപ്പോൾ വികസനത്തിന്റെ കാര്യത്തിൽ MLA-മാർക്ക് ആന്റി ഇൻകുംബൻസി ഇല്ല എന്നുള്ള കാര്യത്തിൽ, 3 ഒത്തൊരുമയുടെ കാര്യത്തിൽ, 4-മത്തത് നോ കറപ്ഷൻ ടാഗാണ് ഈ സർക്കാരിന്. ഒരു മന്ത്രിക്കെതിരെ ഒരു അഴിമതി ആരോപണവും ഉന്നയിക്കാനോ അത് തെളിയിക്കാനോ സാധിച്ചിട്ടില്ല. ഉന്നയിച്ച ആരോപണങ്ങളെല്ലാം ചീട്ടുകൊട്ടാരം പോലെ തകർന്നു വീഴുന്നതും കണ്ടു. അപ്പോൾ ഇങ്ങനെ ഒരുപാട് ഘടകങ്ങൾ ഒരു ഭാഗത്ത് ഇടതു സർക്കാരിനെ സംബന്ധിച്ച്, ഇടതു മുന്നണിയെ സംബന്ധിച്ച് അനുകൂലമായ ഘടകങ്ങളാണ്. ഒറ്റ കാര്യം കൂടി പറയാം. നേരത്തെ സ്മൃതി പറഞ്ഞൊരു വാചകമുണ്ടല്ലോ, ഈ കുറുക്കി വിജയസാധ്യത കണക്കിലെടുത്താണ് സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കുന്നതിനുള്ള സമയം കോൺഗ്രസ് എടുക്കുന്നത്. അതായത് നേരത്തെ വന്ന പട്ടികയിൽ നിന്നും കുറച്ചുകൂടി വിജയസാധ്യത ഉള്ളവരിലേക്ക് ആ ചർച്ച നീങ്ങുന്നു കൊണ്ടെടുക്കുന്ന സമയം. അതെ, കുറുക്കി എന്നുള്ളതല്ല, ഞാൻ ആ വാക്കിൽ കുരുക്കി എന്നുള്ളതാണ്. അത് ഹൈക്കമാൻഡിനെ കുരുക്കി ഇപ്പൊ അങ്ങനെ എത്തിയിട്ടുണ്ട്. അതാണ് കുറുക്കി എന്ന് പറഞ്ഞത്. ശരിയാണ്, ശരിയാണ്. അതെ, കുരുക്കി ഹൈക്കമാൻഡിനെ ഒരു വഴിക്കാക്കി. എന്താ ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം? സ്മൃതി പറഞ്ഞത് കറക്റ്റാ. കാരണം ഹൈക്കമാൻഡിന്റെ മുന്നിൽ ഇപ്പോ ഏറ്റവും വലിയ പ്രശ്നം എന്താ? തിരഞ്ഞെടുപ്പ് വരാൻ പോകുന്നതിന്റെ നോട്ടിഫിക്കേഷൻ വരുന്ന ദിവസം ഇവിടെ കേരളത്തിലെ കോൺഗ്രസിൽ നടക്കുന്ന ചർച്ച എന്താ പറയുക? ഹൈക്കമാൻഡിൽ MP-മാരും മത്സരിക്കണോ വേണ്ടയോ എന്നുള്ളതാ. തീരുമാനമായിട്ടില്ല. നമ്മൾ ഈ ചർച്ച ചെയ്യുന്ന ഈ രാത്രി തീരുമാനമായിട്ടില്ല. MP-മാർ മത്സരിക്കണോ വേണ്ടയോ? ആദ്യഘട്ടത്തിൽ ഹൈക്കമാൻഡ് പറഞ്ഞു MP-മാർ മത്സരിക്കേണ്ട. സംസ്ഥാനത്തു നിന്നുള്ള 3 വിദ്വാൻമാർ ശിവഗിരി മഠവും അതേപോലെ ഒരു പ്രത്യേക സമുദായത്തെയും കൂട്ടുപിടിച്ച് സമ്മർദ്ദം ചെലുത്തി. ഇപ്പോ ഹൈക്കമാൻഡിനെ സംബന്ധിച്ചത് മാറ്റാൻ നിവൃത്തിയില്ല. വേറൊരു വിദ്വാൻ, കേരളത്തിലെ കോൺഗ്രസിന്റെ KPCC അധ്യക്ഷനായിരുന്ന മനുഷ്യൻ കണ്ണൂരിൽ മത്സരിക്കാൻ കച്ചകെട്ടിയിരുന്ന് ആകെപ്പാടെ പുലിവാലുണ്ടാക്കി. ഇപ്പോൾ K. സുധാകരനെ മത്സരിപ്പിച്ച അടൂർ പ്രകാശിനെ മത്സരിക്കേണ്ടി വരും. അടൂർ പ്രകാശിനെ മത്സരിപ്പിച്ച കൊടിക്കുന്നിൽ സുരേഷ് നിശ്ചയമായിട്ട് മത്സരിക്കും. അപ്പോൾ 3 MP-മാർ കേരളത്തിൽ മത്സരിക്കണം. ഒരു MP ഇവിടെ മത്സരിക്കുമ്പോൾ ലോക്സഭയിൽ വിജയിച്ചു വന്നാൽ ലോക്സഭയിലേക്ക് വരുന്ന ഉപതെരഞ്ഞെടുപ്പിന് 9 കോടി രൂപ ചെലവാകും. 3 പേര് മത്സരിച്ച 27 കോടി രൂപ ആരുടെ അക്കൗണ്ടിൽ കൊടുക്കും? ജനങ്ങൾ ചോദിക്കൂലേ? ഈ മുഴുവൻ ഏതെങ്കിലും തരത്തിലൊരു പോസിറ്റീവ് ഫാക്ട് VD സതീശൻ നടന്നുണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ MP-മാർ മത്സരിക്കുന്നതോടുകൂടി അത് തകർന്ന് തരിപ്പണമാവും. അപ്പോൾ ഹൈക്കമാൻഡിനെയും കുരുക്കി കേരളത്തിലെ കോൺഗ്രസിനെയും കുരുക്കി. ഇനി K. സുധാകരനെ അനുനയിപ്പിച്ചില്ലെങ്കിലുള്ള പ്രശ്നം എന്താ? KPCC പ്രസിഡന്റുള്ള സണ്ണി ജോസഫ് ഇരിക്കുന്നത് കണ്ണൂർ മണ്ഡലം പോകും എന്നുള്ള കാര്യത്തിൽ ഉറപ്പാണ്. K. സുധാകരൻ മത്സരിക്കുന്നില്ലെങ്കിൽ. രണ്ടാമത്തത് K. സുധാകരൻ മത്സരിക്കുന്നില്ലെങ്കിൽ K. സുധാകരൻ മത്സരിച്ച ഒരു ഫൈറ്റെങ്കിലും കൊടുക്കാൻ പറ്റും. K. സുധാകരൻ മത്സരിച്ചാൽ ആ മണ്ഡലം ചിലപ്പോൾ കിട്ടുമായിരിക്കും. പക്ഷേ മത്സരിച്ചില്ലെങ്കിൽ പേരാവൂർ മണ്ഡലം പോകും. കാര്യം എന്താ? K. സുധാകരന് വലിയ സ്വാധീനമുള്ള മണ്ഡലമാണ് പേരാവൂർ അടക്കമുള്ള മണ്ഡലം. അപ്പോൾ മൊത്തത്തിൽ ആകെപ്പാടെ പിണങ്ങി നിൽക്കുന്നു. ഒന്ന് MP-മാരെ മത്സരിപ്പിക്കണോ വേണ്ടയോ തീരുമാനമായിട്ടില്ല. ഞാൻ എണ്ണി നോക്കുമായിരുന്നു. 24 മണ്ഡലങ്ങളിൽ പ്രശ്നമുണ്ട്. നമ്മളിപ്പോൾ സംസാരിക്കുന്ന സമയത്ത് ചിറയൻകീഴിലെ ഒരു കത്ത് ചിറയൻകീഴിലെ മണ്ഡലം പ്രസിഡന്റ് അയച്ചു കൊടുത്തിട്ടുണ്ട്. രമ്യ ഹരിദാസിനെ സ്ഥാനാർത്ഥിയാക്കരുതേ എന്നാണ് പറയുന്നത്. ഇന്നത്തെ ദിവസം നോട്ടിഫിക്കേഷൻ വരുന്ന ദിവസം ഞങ്ങൾക്ക് ഈ സ്ഥാനാർത്ഥിയെ വേണ്ട എന്ന് പറഞ്ഞിരിക്കുന്നത്. ആ വാചകം ഇങ്ങനെയാണ്: സ്ഥാനാർത്ഥി നിർണയത്തിൽ വോട്ടർമാരുടെ വികാരവും സാമുദായിക സാഹചര്യങ്ങളും കണക്കിലെടുക്കേണ്ടതുണ്ട്. കുമാരി രമ്യ ഹരിദാസിനെ മണ്ഡലത്തിൽ സ്ഥാനാർത്ഥിയാക്കുന്നത് പ്രവർത്തകർക്കിടയിൽ പ്രായോഗിക ബുദ്ധിമുട്ടുണ്ടാകുന്നുണ്ട്. ഇങ്ങോട്ട് വേണ്ട എന്നാണ് പറയുന്നത്. ഇതാണ് അവസ്ഥ, കോൺഗ്രസിലെ അവസ്ഥ എന്ന് പറയുന്നത്. 24 മണ്ഡലങ്ങളിൽ ആ തർക്കം നിലനിൽക്കുന്ന ഒരു സാഹചര്യമുണ്ട്. ഘടകകക്ഷികളുമായിട്ടുള്ള
ചർച്ച ഇനിയും പൂർത്തിയായിട്ടില്ല. മുസ്ലിം ലീഗുമായിട്ടുള്ള ചർച്ച പൂർത്തിയെന്ന് പറയുമ്പോഴും തിരുവമ്പാടി, പട്ടാമ്പി, പുനലൂർ, ചടയമംഗലം സീറ്റുകളിൽ ഇപ്പോഴും ചെറിയ അവ്യക്തതകൾ ബാക്കി നിൽക്കുന്നുണ്ട്. കേരള കോൺഗ്രസുമായിട്ടുള്ള ചർച്ചയും പൂർത്തിയായിട്ടില്ലെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ചുരുക്കത്തിൽ വലിയ ക്രൈസിസിലാണ് നിലവിലത്തെ സാഹചര്യത്തിൽ UDF. അതേസമയം നേരിയ മുൻതൂക്കം ആദ്യത്തെ ദിവസം കിട്ടിയിരിക്കുന്നത് ഇടതുമുന്നണിക്കാണെന്നുള്ളതാണ് എന്റെ. മറ്റൊരു വീഡിയോ ആയിട്ട് വരുന്നവരെല്ലാവർക്കും ഗുഡ് ബൈ.